ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യം 3 മലയാളത്തിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം ഹിന്ദി, തെലുഗു ഭാഷകളിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജീത്തു ജോസഫ് മിറാഷ് സിനിമയുടെ പത്രസമ്മേളനത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നത് ആഗോളതലത്തിലായതിനാൽ തന്നെ മലയാളം വേർഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് തെലുഗു, ഹിന്ദി ഭാഷകൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു റിലീസിനെ മോശമായി ബാധിക്കുമെന്നും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള റവന്യൂവിൽ നഷ്ടമുണ്ടാകുമെന്നും അതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ പറഞ്ഞതിനെ തുടർന്ന് മലയാള വേർഷൻ ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ഹിന്ദി, തെലുഗു വേർഷൻസും കൂടെ ഇറക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മലയാളത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം മലയാള സിനിമകൾക്ക് ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ വലിയ സ്വീകാര്യതയുണ്ട്. എമ്പുരാനും, തുടരും, മഞ്ഞുമൽ ബോയ്സും ഇപ്പോൾ ലോകയും ഒക്കെ കാണിച്ചു തന്നത് ആ ഒരു കാര്യമാണ്. മലയാള സിനിമകൾക്കായി ആഗോള മാർക്കറ്റിൽ വലിയ വിഭാഗം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. മലയാളി പ്രേക്ഷകർ അല്ലാത്തവരും മലയാള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കാത്തിരിപ്പുള്ള സിനിമയാണ് ദൃശ്യം 3 എന്നത്. കാരണം ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങൾ കിട്ടിയ വലിയ സ്വീകാര്യത തന്നെയാണ് ഇതിന്റെ ഒരു കാരണം. കൂടെ അതൊരു മോഹൻലാൽ സിനിമയും കൂടെയാണ്. അപ്പോൾ മലയാള വേർഷൻ മാത്രമല്ലാതെ അതിനോടൊപ്പം തമിഴ്, തെലുഗ്, ഹിന്ദി വേർഷൻ കൂടെ റിലീസ് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും മലയാള വേർഷനെ ബാധിക്കും. നമ്മൾക്ക് വേണ്ടത്ര തിയേറ്ററോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര സ്വീകാര്യതയോ ലഭിക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞുവെങ്കിലും ഇതിന്റെ ചർച്ചകൾ നടക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും മലയാളത്തിൽ നിന്ന് വലിയ റിലീസായി വരേണ്ട ദൃശ്യം 3 മറ്റു ഭാഷകളിലൂടെ ഒരുമിച്ച് വേറെ വേറെ സിനിമകളായിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് വലിയ രീതിയിൽ മോളിവുഡിനൊരു നഷ്ടം തന്നെയാണ്.